Hallo, schönen guten Morgen. മോഹൻ എന്ത് പറ്റി എന്താ ലേറ്റ് ആയി പോയെ? ഞാൻ കുറച്ചു മുമ്പ് കയറി നോക്കിയതാ. അപ്പൊ കൺവീസിനെ കണ്ടില്ല, അപ്പൊ അങ്ങനെ ഇറങ്ങി പോയതാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി ലേറ്റ് ആയി. നമ്മൾ ഇന്നലെ എക്സാം മോഡൽ പേപ്പേഴ്സ് ആയിരുന്നു ചെയ്യുന്നത്. ഇന്ന് നമുക്ക് അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ഇന്നലെ ഒരു സ്പ്രെഷൻ ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഒരു സ്പ്രെഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. ടൈ ലൈൻസ് ഒന്ന് വായിച്ചോളൂ. പക്ഷെ Sie bekommen vier Karten und stellen mit diesen Karten vier Fragen. Ihre Partnerin antworten dann stellt ihre Partnerin vier Fragen und sie antworten. ja. Sie bekommen vier Karten und stellen mit diesen Karten vier Fragen. Ihr Partner oder Ihre Partnerin antwortet. Dann stellt Ihr Partner oder Ihre Partnerin vier Fragen und Sie antworten. That is, നിങ്ങൾക്ക് 4 കാർഡ്സ് കിട്ടും. ഓക്കെ, ഓരോ കാർഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യണം. ആക്ച്വലി നിങ്ങൾ പോയിട്ടില്ല എക്സാം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളുടെ പാർട്ട്ണർ എന്ത് ചെയ്യും? അതിന് ആൻസർ ചെയ്യും. ആൻഡ് ഇത് റിപ്പീറ്റഡ്ലി അതുപോലെ തന്നെ വേറെ വേർഡ്സ് ആർക്ക് കിട്ടും? നിങ്ങളുടെ പാർട്ട്ണറിന് കിട്ടും. ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് നിങ്ങളാവും നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് 4 സ്റ്റാർ വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യണം. ഏത് യാവുടൻ ഫ്രാഗ് അല്ലെങ്കിൽ വേവ് ഫ്രാഗ്. എന്നിട്ട് ഇതിന് ഇയാൾ തന്നെ ആൻസർ ചെയ്യണം. ഓക്കെ, ബോയ്ത്തെ എക്സാമിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം അശ്വത് തന്നെ ചെയ്യണം. ഓക്കെ, സോ 4 വേർഡ്സ് ആണുള്ളത്. ഗെബുട്സ്റ്റാർ, ബോൺ ഔട്ട്, ബെഹൂഫ്, ഹോബി. എല്ലാത്തിന്റെയും മീനിങ് അറിയാലോ? അശ്വത്, മീനിങ് അറിയില്ലേ? Am I Hello? audible, Ashad? Am I audible? Hello? Yeah, Ashad, am I audible? Yes, yes. ഓക്കെ, അപ്പൊ ഈ 4 വേർഡ്സ് ആണ് വരുന്നത്. ഗെബുത്സ, വോണോട്ട്, ബെഹൂഫ്, ഹോബി. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യണം, ആൻസറും ചെയ്യണം. വേർഡ്സിന്റെ മീനിങ് അറിയാലോ അർഷദിന്? വോണോട്ട് പറഞ്ഞ അപ്പാർട്ട്മെന്റ് അല്ലേ? വോണോട്ട് എന്ന് വെച്ചാൽ പ്ലേസ് ഓഫ് ലിവിങ്. പ്ലേസ് ഓഫ് ലിവിങ്. ഓക്കെ Ought means place, born, live. Born out. ഓക്കെ. Okay. So you have 5 minutes time. 5 minutes പോരെ? മന്തി ഇത് 4 വെച്ചുണ്ടാക്കണോ? 4 വെച്ചിട്ടും ക്വസ്റ്റ്യനും ആൻസേഴ്സും ബിൽഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പോരെ? ഒറ്റൊന്നും. ഓക്കെ ഓക്കെ.
Okay, Arshad, completed. നോ. Okay. കഴിഞ്ഞില്ല എന്നല്ല പറഞ്ഞേ, ന്യൂ അല്ല പറഞ്ഞേ. അതെ അതെ. Okay, okay, fine. Okay, now completed. Done. Arshad, completed. ആ 3 കംപ്ലീറ്റഡ് ആണ്, ഒന്ന് ബാക്കിയുണ്ട്. പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ.
Yeah, sure. Let's start now. Yeah. Yeah. Geburtstag. Geburtstag. Wann ist deine Geburtstag? Mhm. Meine Geburtstag kommen in March. അല്ലെങ്കിൽ meine Geburtstag ist am März എന്ന് പറഞ്ഞു. Okay. ഇത് തെറ്റാണോ അപ്പോ? Common വരണം അങ്ങനെ പറയണ്ട. It's better to say meine Geburtstag ist am എന്ന് പറയുന്നത് better. ഓക്കെ. Meine Geburtstag അല്ല minor. Okay. മൈനർ ആണോ? One second. Yeah, Geburtstag എന്നുള്ളത് masculine ആണ്. So it will be my Geburtstag is mine വരുള്ളൂ. മൈനർ ആണോ? Mine വരുള്ളൂ. Mine. Sorry. ഓക്കെ ഓക്കെ. Mein Geburtstag ist am. ഓക്കെ. വോനോട്ട് വോനോട്ട് സി. അത് വോ വോൺ സി എന്നല്ല ചോദിക്കുക നമ്മള്. വോണോട്ട് ഓക്കെ. നൗ അതായത് പ്ലേസ് ഓഫ് ഡൊമൈസൽ എന്നുള്ളത്. സോ ഓക്കെ. നിങ്ങൾ ചോദിക്കാം വോ ഇസ് ദൈൻ വോണോട്ട് എന്ന് ചോദിക്കാം. ഓക്കെ. അല്ലെങ്കിൽ Wo where is the sein wohnort? Where is your place of residence എന്നുള്ള രീതി ചോദിക്കാം. Wo ist dein wohnort? Wo ist dein Wohnort? Okay. Ich wohne in Altstadt. It's okay. ആൻസർ പറയുമ്പോൾ മോണോട്ട് വരണം എന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യനിൽ മോണോട്ട് വേണം. Okay. Okay, okay. Next one. Bau. Haben Sie Bau? Ja, meine Bau Arzt. അല്ലെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം. നമ്മൾ ഓൾറെഡി ജോബ് ചോദിക്കുന്നെല്ലാം A1 പഠിച്ചിട്ടുണ്ട്. വാസ് sind Sie von Beruf എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാസ് ist dein Beruf എന്ന് ചോദിക്കാം. വാസ് sind Sie von Beruf അല്ലെങ്കിൽ വാസ് ist dein Beruf എന്ന് ചോദിക്കാം. അപ്പൊ പറയാം ich bin Arzt എന്ന് പറയുന്നു. ഓക്കെ. അല്ലെങ്കിൽ mein Beruf ist എങ്ങനെയായിരുന്നു? വാസ് ഈസ് ഡൈൻ ബൗഫ് എന്നാണോ? ചാറ്റ് ബോക്സ് ചെക്ക് ചെയ്യട്ടോ. ഓക്കെ ഓക്കെ. വാസ് sind ആണ് കേട്ടോ. രണ്ട് രീതിയിലും ചോദിക്കാം. ഓക്കെ. അവിടെ എങ്ങനെ സിൻസ് വന്നേ? യു എന്നുള്ളത് അവിടെ ഫോർമൽ ആയതുകൊണ്ടാണ് വാസ് sind Sie എന്നായത്. ഇനി അത് നിങ്ങൾക്ക് ഇൻഫോർമൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ വാസ് bist du von Beruf. Okay. Next one. Meine Hobbys sind Fußball spielen, Reisen und was sind Sie Hobbys? Was ist deine Hobbys? അല്ലെങ്കിൽ was ist deine Hobbys? Okay. Okay. അപ്പൊ അതിനെന്താ ആൻസർ വരിക? Natürlich meine Hobby sind Fußball spielen. meine Hobbys sind അല്ല. ഒരു ഹോബി ഉള്ളെങ്കിൽ നമ്മള് ഒരു ഹോബി ഉള്ളെങ്കിൽ നമ്മൾ പറയാം മൈൻ ഹോബി ഇസ് എന്ന് പറയാം. മൈൻ ഹോബി ഓക്കെ. മൈൻ ഹോബി ഇസ് എന്ന് പറയും. മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ നമ്മൾ മൈൻ ഹോബീസ് ഇസ് എന്ന് പറയും. സോ ഈ വർക്ക് ക്ലിയർ ആണോ അർഷർ? Yeah.
ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു സ്പ്രഷനും കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു ലേസനും കൂടെ ചെയ്യാനുണ്ട്. സോ ഇത് പെട്ടെന്ന് ചെയ്യണം ഇയാള്. നമ്മള് നോർമലി ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ ഫോൺസെഷ് എക്സേലൻ. ക്വസ്റ്റ്യൻ എന്താണ്? വാസ് machen Sie oft wochenende? വീക്കെൻഡ്സിൽ നിങ്ങൾ എന്താണ് ചെയ്യാറ്? അതിന് നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ആയി കൊടുത്തിരിക്കുന്നത് സ്പോർട്ട്, jemanden besuchen, wo, mit wem. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ പറയാം. jemanden besuchen ആരെങ്കിലും, jemanden someone ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടോ? wo എവിടെയാ പോകുന്നത്? with whom with whom are you going? ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് പറയണം? was machen Sie oft am Wochenende? what do you used to do എന്നാണ് ഇവിടെ വരുന്നത്. ഓഫൺ ആയിട്ട് നിങ്ങൾ വീക്കെൻഡ്സിൽ എന്താണ് ചെയ്യാറുള്ളത്? ഓക്കെ, ഇപ്പൊ ചെയ്യാറുള്ളത് എന്നുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം? പാസ്റ്റിൽ പറയാം. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്റെ വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യാറ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആസ് യൂഷ്വൽ മാക്സിമം 6 pounds. ഓക്കെ, യു ഹാവ് 5 minutes ടൈം. പെട്ടെന്ന് ചെയ്യാം, സോ ദാറ്റ് നമുക്ക് നെക്സ്റ്റ് എക്സസൈസും കൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ.
Okay, sure, completed. Done. Yeah. Okay, then please go on. Am Wochenende ich habe Sport gemacht. Once again, Manchmal am Wochenende ich habe Sport gemacht. Am Wochenende habe ich Sport gemacht. Okay. Habe ich Sport gemacht. Manchmal meinen Freunden besucht und wir Sport gemacht und mit Freunden viele Orte besucht. Once again. Manchmal der Sentence ഒന്നുകൂടെ വായിച്ച്. Manchmal meinen Freunden besucht. ആര് വിസിറ്റ്, ആരാ അവിടുത്തെ ഡൂവർ, ആരാ വിസിറ്റ് ചെയ്യുന്നത്? ഞാൻ അപ്പൊ അവിടെ ഞാൻ എവിടെ? Manchmal habe ich meinen Freund besucht. Okay. ഈ ഇഷ്ഹാബ് എന്നുള്ളത് പിന്നെ എല്ലാ പോയിന്റിലും കൊണ്ടുവരണോ? ഇഷ്ന്ന് Yeah, ഇഷ് വരണം. ഡുവർ ആരാണോ ഡുവർ എപ്പോഴും സബ്ജക്റ്റിൽ വേണം, ഐ മീൻ സെന്റൻസിൽ വേണം. നോമിനാറ്റീവ് ഇല്ലാതെ ഒരു സെന്റൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞോന്ന് വിചാരിച്ച് പിന്നെ പറയാതിരിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഇല്ല, യു ഹാവ് ടു റിപ്പീറ്റ് നോമിനാറ്റീവ്, നോ മാറ്റർ വാട്ട്. ഓക്കെ. Manchmal habe ich meine Freunde besucht und meinen Freund besucht und wir Sport gemacht und mit Freunden. Und wir haben zusammen Sport gemacht. Wir haben എങ്ങനെയായിരുന്നു? wir haben Sport gemacht. Zusammen, together, Sport gemacht. Wir haben zusammen Sport gemacht. Okay. Und mit Freunden viele Orte besucht. Und wir haben viele Orten besucht. Okay. സോ ഇത് കുറച്ചും കൂടെ ഒക്കെ പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ കഫേയിൽ പോയി, മാളിൽ പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വെറുതെ ഞങ്ങൾ കുക്ക് ചെയ്തു ഒരുമിച്ച്, ഞങ്ങൾ ഫിലിമിന് പോയി, ഇങ്ങനെയുള്ളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ടു മേക്ക് ഇറ്റ് മോർ ഇംപ്രസീവ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സ്പ്രഷൻ ടൈൽ വരുന്നത്. എക്സ്പ്രഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേസൺ. നമ്മൾ ഷൈബൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു, എക്സ്പ്രഷൻ നോക്കി. ഇനി ലേസൺ നോക്കാം. ലേസൺ എങ്ങനെയാന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമുക്കറിയാം ലേസൺ എങ്ങനെയാണ് ഗോയിട്ടയിൽ വരാന്നുള്ളത്. നിങ്ങൾക്കൊരു ടെക്സ്റ്റ് തരും, അത് നിങ്ങൾ വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. ഈ രീതിയിലാണ് വരിക. സെയിം തിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ ഇന്ന് നേരമില്ല. നമ്മളൊരു ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ, അതും പെട്ടെന്ന് ചെയ്യണം ഇയാള്. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് എന്താന്ന് വെച്ചാൽ Teil 1, Sie lesen in einer Zeitung diesen Text. What is Zeitung? The Zeitung. Time ആണോ? No, Zeitung എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, ന്യൂസ് പേപ്പറിനാണ് ദി Zeitung എന്ന് പറയുന്നത്. Sie lesen in einer Zeitung diesen Text. You are reading ഒരു ന്യൂസ് പേപ്പറിൽ you are reading this text. Okay, wählen Sie für die Aufgaben 1 bis 5 die richtige Lösung A, B, C. That is, താഴെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വർക്ക് എന്താണ്? ഈ ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് ഇതിന്ന് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. സോ വെനെവർ ലേസൺ ടെക്സ്റ്റ് കിട്ടുമ്പോൾ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ്, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻസ് ആദ്യം നന്നായിട്ട് വായിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ മതി. സോ ദാറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ടൈമും കൺസ്യൂം ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് കണ്ടെത്താം. സോ ആസ് ഓഫ് നൗ അതുപോലെ തന്നെ ചെയ്തോളൂ. ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കൂ മൈൻഡിൽ നന്നായിട്ട്, എന്നിട്ട് നമുക്ക് ആൻസേഴ്സിലോട്ട്, ഐ മീൻ ടെക്സ്റ്റിലോട്ട്.
ക്ലിയർ ഷുവർ വായിച്ചു കഴിഞ്ഞായിരുന്നോ? Yeah. ഇനി ടെക്സ്റ്റ് വായിച്ചോളൂ. വേണമെങ്കിൽ ഒരു തവണ ലൗഡായിട്ട് വായിച്ചിട്ട് വേണമെങ്കിൽ ഇയാൾക്ക് മനസ്സിലാവായിക്കാം. ആസ് വിഷ്. വായിക്കണോ? ഞാൻ വായിച്ചു. Ich versuche immer wieder etwas Neues. ഉം. Wie Stephen Becker gibt es Gerichte, von denen man vorher noch nein gehört hat. Deren neuen ഇടയൻ. Ideen, den Gäste gefällt, dass man muss unbedingt vorher anrufen und einen der wenigen Tische bestellen. Wenn man in seinem Restaurant Bremen Local essen möchte, er hat viele Gäste, viele aber keine zweites Lokal aufmachen. Klar, ich konnte vielleicht damit verdienen, aber ich habe mich bewusst dagegen entschuldigen. Ich mag Once again, äh, അർഷദ് മെല്ലെ മെല്ലെ വായിക്കാൻ, എന്നാലേ ഇയാൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ബെവൂസ് ദാഗെഗൻ എൻഷൈഡൻ. ഓക്കെ. okay, bewusst dagegen entschuldigen. അവിടെ അല്ലേ? Entschieden. Entschieden to decide. Entschieden. Ich mag es einfach, wie wir hier arbeiten. ഇത്ര മതിയില്ലേ? ബാക്കി ഇയാൾ ഫുള്ള് വായിക്കണം, എന്നിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ. Okay. Yeah. You have 8 minutes time. പെട്ടെന്ന് ചെയ്യാം.
ഓക്കെ അർഷദ് ഡൺ. കുറച്ച് മീനിങ് കിട്ടാത്തതുണ്ട് ഇടയിൽ. നമ്മൾ ഈ ലേസൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും മീനിങ് കിട്ടണം എന്നില്ല. ബട്ട് നമുക്ക് കുറച്ചൊരു സാമ്യം തോന്നുന്ന സെന്റൻസുകൾ റിപ്പീറ്റഡ്ലി വായിച്ച് അതാണോ എന്നുള്ള രീതിയിൽ കണ്ടെത്തുക. ഓക്കെ, നിങ്ങൾക്ക് Okay, ഇത്ര സമയമൊന്നും കിട്ടില്ല. മാക്സിമം 5 മിനിറ്റ് ഒക്കെ ഒരു ലേസണിന് കിട്ടും. okay, okay. അല്ലെങ്കിൽ ഡു വൺ തിങ്, ഇയാളിത് വായിക്കാൻ അറിയാത്ത മീനിങ്ങുകൾ കണ്ടെത്ത്. എന്നിട്ട് ഫസ്റ്റ് ഇതിന്റെ സുസാമൻ ഫാസം എഴുതുക. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് എഴുതാം. ഓക്കെ, ഈ ടെക്സ്റ്റിന് എന്ത് മനസ്സിലായി എന്നുള്ള സമ്മറി എഴുതുക. അതിനുള്ള റേഡമെറ്റൽസും ഞാൻ അയച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചെയ്യാം. Okay. മനസ്സിലായോ? സോ ദാറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്നും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും ചെയ്യും, ആൻസേഴ്സും കിട്ടും. Okay, okay. അങ്ങനെ ചെയ്യാം. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ആൻഡ് വൺ Okay. മോർ തിങ്, നാളെ നമുക്ക് എക്സാം പാറ്റേണും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ, ഇത് തന്നെയാണ് എക്സാം പാറ്റേൺ. ബട്ട് ബ്രീഫായി ഞാൻ നാളെ മാർക്കിങ്ങും കാര്യങ്ങളെല്ലാം പറയാം. ആൻഡ് നെക്സ്റ്റ് ദിസ് സാറ്റർഡേ നിങ്ങൾക്ക് ഷൈബൻ എക്സാം ആയിരിക്കും. ഓക്കെ, Okay. അതിന് പ്രിപ്പയർ ചെയ്യാം. Okay, okay. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വർക്ക് മറക്കണ്ട, പ്ലീസ് സബ്മിറ്റ്. സാറ്റർഡേ തന്നെ ആയിരിക്കും 4 എക്സാം? എന്തായിരുന്നു? ആ ദിവസം തന്നെ ആയിരിക്കും 4 എക്സാം ഉണ്ടാവുക? നോ, അന്ന് റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ, ഷൈബൻ മാത്രം. ഓക്കെ, ഓക്കെ. ഓക്കെ, സോ ഈ ടെക്സ്റ്റ് എവിടെയാണെന്ന് അറിയാലോ. A2 മോഡൽസ് ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനൊരു PDF അയച്ചിട്ടുണ്ട്. അതിലെ വെരി ഫസ്റ്റ് ലേസണിൽ വെരി ഫസ്റ്റ് ടെക്സ്റ്റ് കേട്ടൈൽ ഐൻസ് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, ദെൻ ബാക്കി കാര്യങ്ങൾ നാളെ നോക്കാം. ഡൗട്ട്സ് വല്ലതുണ്ടെ ചോദിക്കാം ഗ്രൂപ്പിലോട്ട്. ഓക്കെ. ഓക്കെ, ചൂസ്. ചൂസ്.